എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പായസമാണ് ഉണ്ടാക്കുന്നത്, അരിപ്പായസം. ഇത് നെയ്പായസം എന്നും ശർക്കര പായസം എന്നും ഒക്കെ പല പേരിലാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണിത്. ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെയാണ് ഈ അരിപ്പായസത്തിൻ്റെ ചേരുവകളെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഇത് പായസത്തിനുള്ള അരി ഉണക്കലരി എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് 250 ഗ്രാം 20 മിനിറ്റ് കുതിർത്ത് കഴുകി വാരി വെച്ചേക്കുന്നതാണ്. ഇതിങ്ങനെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണിത്. 1/2 കിലോ ശർക്കര ചെറുതാക്കി വെച്ചിരിക്കുന്നത്, കുറച്ച് കൽക്കണ്ടം. ഇത് ഒരു പൊടിച്ച് വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കാണും. നല്ല തരിയായിട്ട് പൊടിച്ചാൽ മതി, ഒത്തിരി പൊടിയായിട്ട് പൊടിക്കണ്ട. വറുത്തിടാനായിട്ട് 1 കപ്പോളം തേങ്ങ കൊത്തിയത്. ഇത് ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങ മുഴുവൻ കൊത്തിയെടുത്തതാണ്. ഇതിന് അളവൊന്നുമില്ല, നമുക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് ഇടണം. നട്ട്സ്, കുറച്ച് കിസ്മിസ്, ഇതിനും അളവൊന്നുമില്ല. 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. നെയ്യുടെ അളവ് എന്തോരം വേണമെന്ന് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞ് പറയാം. തേങ്ങാപ്പാൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ. ഇത് ഒരു വലിയ തേങ്ങ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1-ാം പാൽ. ഇത് നല്ല കുറുകിയ പാലാണ്. ഇത് 2-ാം പാൽ, 2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2-ാം പാൽ. ഇത് 3-ാം പാല് വളരെ ലൂസാണിത്, അരി വേവിക്കാനായിട്ടുള്ളതാണ്. ഇത് 6 കപ്പുണ്ട്. ബാക്കി തേങ്ങയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണിത്, കുറച്ച് വെള്ളം. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ അതിനായിട്ടൊരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാലില്ലെങ്കിൽ അതിനുള്ള പച്ചവെള്ളം ഒഴിച്ചാൽ മതി. മൂന്നാം പാൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഈ പാലിൽ കിടന്ന് ഈ അരി നന്നായിട്ടൊന്ന് വേകണം. മൂന്നാം പാലിൽ അരി വേകാൻ വെച്ചിട്ട് 35 മിനിറ്റായി. ഇത് ചോറ് നന്നായിട്ട് അരി വെന്തിട്ടുണ്ട്. വെള്ളവും പറ്റി വരുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിത് നന്നായിട്ട് തിളച്ച് കയറി കഴിഞ്ഞിട്ട് ചെറുതീയിലിട്ട് മൂടി വെച്ചാണ് വേവിച്ചെടുത്തത്. നന്നായിട്ട് വെന്ത അരിയിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്, ഇനി ഒന്ന് തീ കൂട്ടി കൊടുക്കണം. ഇനി ഈ ശർക്കര വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇത് ഞാനിവിടെ ഓട്ടുരുളിയിലാണ് വെച്ചിരിക്കുന്നത്. ഓട്ടുരുളി വേണമെന്നൊന്നുമില്ല, അടി കട്ടിയുള്ള നല്ലൊരു പാത്രമായിരിക്കണം. ഇപ്പം ശർക്കര ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് അടിഭാഗം തെളിഞ്ഞ് വരണം. അതാണ് ഈ ശർക്കര വറ്റുന്നതിൻ്റെ ലക്ഷണം. ഇത് കണ്ടോ, ഇങ്ങനെ ഇതുപോലെ അടിഭാഗം നമ്മളിങ്ങനെ മാറ്റുമ്പോഴത്തേക്കും കാണണം. ഇതുപോലെ. ഞാൻ ഇതിലേക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടി ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഈ സമയത്ത് കുറച്ച് തേങ്ങ ചിരണ്ടി ഇടണം. ഞാൻ എൻ്റെ കൈക്ക് 1 പിടി തേങ്ങയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത്, ചിരണ്ടിയ തേങ്ങ. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ തേങ്ങയും കൂടി ശർക്കരയോട് കൂടി യോജിക്കണം.
ഇപ്പോൾ ഈ തേങ്ങയും ശർക്കരയും അരി എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൂട്ടി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ രണ്ടാം പാല് ഒന്ന് തിളച്ച് വരണം. തീ ഒന്ന് കൂട്ടി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ചുക്ക് പൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യണം. അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടേ ശർക്കര ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അരി പിന്നെ വേകുകയില്ല, ഇങ്ങനെ മരച്ച് കിടക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിടാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർക്കാം. ഇത് നല്ല കട്ടിയുള്ള പാലാണ്. ഇതിന് പശുവിൻ പാലിനേക്കാളും നല്ല തേങ്ങാപ്പാൽ തന്നെയാണ്. അരിയും ശർക്കരയൊക്കെ വരുമ്പോൾ അതിനകത്ത് തേങ്ങാപ്പാലാണ് ഏറ്റവും യോജിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ചൂടാകണം. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല കറുത്ത നല്ല നിറമുള്ള ശർക്കര ചേർത്താലേ ഇതുപോലെ കളറ് വരുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും കളറ് കിട്ടിയല്ല. ശർക്കരയുടെ കളർ അനുസരിച്ചാണ് പായസത്തിന് കളറ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തേങ്ങാപ്പാലൊന്ന് പതഞ്ഞ് വന്നാൽ മതി. ഇത് ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന പായസമല്ല, ഇതിലും കുറുകി വരും. അരിപ്പായസം, നെയ്പായസം, ശർക്കര പായസം എന്നൊക്കെ പല പേരിലാണ് ഇത് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. ഇതെല്ലാം ഒന്നാണ്. ഇങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അല്പം കുറുകിയിരിക്കുന്ന പായസമാണിത്. ഇപ്പോൾ ഒന്നാം പാൽ ഒന്ന് പതഞ്ഞ് ിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിനാവശ്യമുള്ള തേങ്ങയും നട്ട്സും കിസ്മിസും എല്ലാം ഒന്ന് വറുത്തിടാം. അതിനുള്ള പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് 5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. നട്ട്സിനേലും കിസ്മിസിനേക്കാളും ഒക്കെ കൂടുതൽ ഇതിനകത്ത് തേങ്ങാക്കൊത്താണ് നല്ലത്. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചുമന്ന് കിട്ടണം. പണ്ടൊക്കെ ഈ പായസത്തിനകത്ത് തേങ്ങാക്കൊത്താണ് വറുത്തിട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ നട്ട്സും കിസ്മിസും ഒന്നും ഇല്ല. പിന്നെ പൂവമ്പഴം ഉണ്ടെങ്കിൽ അത് വറുത്തിടാം. വട്ടത്തിലരിഞ്ഞ് തീരെ കനം കുറച്ചല്ല, സാമാന്യം കനത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് നെയ്ക്കകത്ത് മൂപ്പിച്ച്, കുറച്ച് മൂപ്പിച്ചും കുറച്ച് മൂപ്പിക്കാതെയും ഈ അരിപ്പായസത്തിൽ ഇടുമായിരുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ പൂവമ്പഴം കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിപ്പം തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസുമാണ് ഇടുന്നത്. പൂവമ്പഴം കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. അത് ഇടയ്ക്ക് കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. വേറെ പഴമൊന്നും ചേർക്കരുത്, പൂവമ്പഴം മാത്രമേ ചേർക്കാവുള്ളൂ. തേങ്ങാക്കൊത്ത് മൂപ്പ് 3/4 ഭാഗമായി. അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. തേങ്ങയും നട്ട്സും ഒക്കെ ഏകദേശം മൂപ്പായി. അതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസിന് ഒത്തിരി മൂപ്പില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഏകദേശം മൂപ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസും ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൽക്കണ്ടം ചേർക്കാം. ഞാനിത് തരിതരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്, ഒത്തിരി പൗഡറായിട്ട് പൊടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇതിന് പകരം വലിയതിന് പകരം ക്രിസ്റ്റലായിട്ട് കിട്ടും. അതാണെങ്കിൽ പൊടിക്കേ വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. കൽക്കണ്ടം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും നട്ട്സും കിസ്മിസും കൂടെ ചേർക്കാം. അതിൻ്റെ അകത്തുള്ള നെയ്യും ഒഴിക്കണം. നമ്മുടെ അരിപ്പായസം റെഡിയായി. എല്ലാവരും ഈ വിഷുവിന് ഇങ്ങനെ ഇതുണ്ടാക്കി നോക്കണം. ഈ രുചിയുള്ള അരിപ്പായസം നിങ്ങളെല്ലാവരും ഈ വിഷുവിനൊന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.